എന്നാലും നമ്മൾ തോറ്റുപോയല്ലോ സഹായം. എന്തെല്ലാം കൂട്ടിക്കൊടുത്ത്, പെൻഷൻ കൂട്ടിക്കൊടുത്ത്, കറണ്ട് ബില്ല് കൂട്ടി, വീട്ടുകരം കൂട്ടി, ഭൂനികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും വില കൂട്ടി. ഇനി ഇവിടെ വില കൂടാനായിട്ട് ഒരു സാധനവും ബാക്കിയില്ല. സഖാവ് വരെ വരെ ബൂസ്റ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സത്യം പറയുന്നതിനെ പരനാറിയും കുലം കുത്തിയാക്കിയിട്ട് 51 വെട്ടും വെട്ടി ഒരു മൂലയ്ക്ക് ആക്കിയാൽ അമ്മാതിരി കമന്റ് ഒന്നും ഇവിടെ വേണ്ട. എന്നാൽ എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ എങ്ങനെ തോറ്റുപോയെന്നാണ്. ഇനി നമ്മളെ ചെടിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം കൊണ്ടാണ്. ഇനി മ്യൂസിയത്തിലിരിക്കുന്ന ബസ് കാരണമാണോ? ഇനി അയ്യപ്പ ശാപം ഒരുക്കോ? അത് ഇനി റാങ്ക് ലിസ്റ്റുള്ളവർക്ക് ജോലി കൊടുക്കാത്തോണ്ടായിരിക്കും. ഇനി നമ്മളെ ഈ ദൂരത്ത് കാരണം ഒരുക്കോ? ഇനി നമ്മളെ അഴിമതികളെല്ലാം ജനങ്ങൾ അറിഞ്ഞു കാണൂ. ഇനി നമ്മുടെ സ്കൂളുകൾ തുറക്കാതെ ബാറെല്ലാം തുറന്നുകൊണ്ടാണ്. ഇനിയിപ്പൊ കരുവന്നൂര് ബാങ്കാ വല്ലതും. ഇനി ആശാവർക്കം വരെ പ്രാക്കാണ്. കരിങ്കൊടി ഇനി അലർജി ആയതുകൊണ്ടാണ്. മതി മതി, ഇനിയൊരു ചോദ്യമല്ല. അവസാനിച്ച്. ആ ഇനി നമ്മൾ എന്ത് ചെയ്യും സഖാവേ? എനക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഈ ജയിച്ച എല്ലാവരെയും ഒരു പെണ്ണേസിൽ കുടിക്കാല. ബെസ്റ്റ്. അതാണല്ലോ അല്ലെങ്കിൽ ശീലം. ആ സഖാവെന്ന് താമസിച്ചത് ദേഹം ഒന്ന് നനഞ്ഞിരിക്കണം. എന്ത് പറ്റി? കപ്പൽ മുങ്ങി സഖാവേ. എങ്ങനെ മുങ്ങായിരിക്കും? എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, ഒട്ടക്കണങ്ങി ഫ്ലക്സാണ് അവിടെ കെട്ടി കിടക്കണത്. എന്തരൊക്കെ ബഹളമായിരുന്നു. പുതിയ ഇന്നോവ കാറ്, പശു തൊഴുത്ത്, അമേരിക്കയിലെ ചികിത്സ. കേരളം എന്തൊരു മാറ്റമാണ് വാങ്ങിയത്. കടക്ക് പുറത്ത് അല്ലെങ്കിൽ ഞാൻ പോണ്. ആരാ പുതിയ ചാനൽ തുടങ്ങി പറഞ്ഞ കേട്ട്. തോറ്റാലും കുഴപ്പമില്ല സഖാവേ, നമുക്ക് വർഗീയതയുള്ള വോട്ട് വേണമെന്നുള്ള ക്യാപ്സുൽ ഇറക്കിയാൻ കിട്ടാല. അത് കൊള്ളാം. നമ്മൾ ഒരിക്കലും തോറ്റെന്ന് സമ്മതിക്കരുത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് വേണം നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ. സഖാവേ, അപ്പൊ ഒരു സംശയം. അത് നീ നിന്റെ വീട്ടിൽ പോയി ചോദിച്ചാ മതി. താനും വീട്ടിൽ പോയിരുന്നാ മതി. താൻ ഇപ്പൊ രാജാവൊന്നുമല്ല. നീയും കടക്ക് പുറത്ത് പരനാറി കുലം കുത്തി. ഞാൻ പൊയ്ക്കോളാം. സാക്കളെ, അണികളാകാം, അടിമകളാകരുത്. ചോദ്യം ചോദിക്കുക തന്നെ.